മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ലൈവിൽ ഇപ്പോൾ നമ്മുടെ വൈൽഡ് കാർഡായി വന്ന 5 പേരെയും ബിഗ് ബോസ് കൺഫെക്ഷൻ റൂമിലേക്ക് വിളിച്ച് ഒരു ടാസ്ക് കൊടുത്തിരിക്കുകയാണ്. നമ്മുടെ ഹൗസിലുള്ള മറ്റു 16 കണ്ടസ്റ്റൻസുകളെയും 3 രീതിയിൽ, അതായത് ഭീരുത്വം, ബുദ്ധിശക്തി, അലസത, ഈ 3 രീതിയിലും അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും രീതി സെലക്ട് ചെയ്ത് 1 മുതൽ 16 വരെ റാങ്ക് ചെയ്യണം. അതാണ് ഇവർക്ക് കൊടുത്തിരിക്കുന്ന ടാസ്ക്. അപ്പോൾ ആദ്യം തന്നെ ബുദ്ധിശക്തിയുടെ ആ ഒരു കാറ്റഗറിയിലാണ് റാങ്കിങ് നടത്താൻ പോകുന്നത്. ഇവർ നടത്തുന്ന റാങ്കിങ് കണ്ടിട്ട് അത് നോക്കി ഇവർ ഏത് രീതിയിലാണ് തങ്ങളെ റാങ്ക് ചെയ്തിരിക്കുന്നതെന്ന് ബാക്കി 16 കണ്ടസ്റ്റൻസുകളും പറയണം. അതാണ് ടാസ്ക്. കറക്റ്റായി ബാക്കിയുള്ള 15 കണ്ടസ്റ്റൻസുകളും പറഞ്ഞാൽ വൈൽഡ് കാർഡായി വന്ന 5 കണ്ടസ്റ്റൻസിൽ ഒരാൾക്ക്, അത് ബാക്കിയുള്ളവർ തീരുമാനിക്കുന്ന ഒരാൾക്ക് ഇന്ന് പണിപ്പുരയിൽ പോകാൻ സാധിക്കില്ല. അങ്ങനെ ബുദ്ധിശക്തിയുടെ കാര്യത്തിൽ 1ാമത്തെ റാങ്കിങ് കൊടുത്തിരിക്കുന്നത് ജിസേലിനാണ്. 2ാം സ്ഥാനം അനീഷ്, 3 നൂറ, 4 ഷാനവാസ്, 5 അക്ബർ, 6 ബിന്നി, 7 ഒനിൽ, 8 അഭിലാഷ്, 9 രേണു സുധി, 10 ശരത്, 11 നെവിൻ, 12 റെന ഫാത്തിമ, 13 അനുമോൾ, 14 ആദില, 15 ശൈത്യ, 16 ആര്യൻ. അതായത് ഏറ്റവും ബുദ്ധിശക്തിയുള്ള ആളെന്ന് അവർ പറഞ്ഞത് ജിസേലിനെയും ഏറ്റവും ബുദ്ധിശക്തി കുറവുള്ള ആളെന്ന് പറഞ്ഞത് ആര്യനെയുമാണ്. ആ ഒരു രീതിക്കാണ് ഇവർ ബുദ്ധിശക്തിയുള്ളവരെ തരം തിരിച്ചിരിക്കുന്നത്. ഇവരുടെ റാങ്കിങ് കണ്ട് പല രീതിയിലും ചർച്ചകളെല്ലാം ചെയ്തതിന് ശേഷം കറക്റ്റായിട്ട് നമ്മുടെ 16 കണ്ടസ്റ്റൻസുകളും പറഞ്ഞിരിക്കുകയാണ് ബുദ്ധിശക്തിയുടെ അടിസ്ഥാനത്തിലാണ് റാങ്ക് ചെയ്തിരിക്കുന്നതെന്ന്. 16 കണ്ടസ്റ്റൻസും പറഞ്ഞത് കറക്റ്റായതുകൊണ്ട് തന്നെ ഇവർ തീരുമാനിക്കുന്ന ഒരാൾക്ക് ഇന്ന് പണിപ്പുരയിൽ പോകാൻ സാധിക്കില്ല. അങ്ങനെ അവർ ഏകസ്വരത്തോടെ പറഞ്ഞത് നമ്മുടെ മസ്താനിയുടെ പേരായിരുന്നു. അങ്ങനെ മസ്താനി ഇന്ന് പുറത്തായിരിക്കുകയാണ്, അതായത് പണിപ്പുരയിൽ നിന്നും പുറത്തായിരിക്കുകയാണ്. ഇന്ന് മസ്താനിക്ക് പണിപ്പുരയിൽ കയറാൻ സാധിക്കുകയില്ല. കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുകളുമായി വീണ്ടും വരാം.